അപ്പൊ എല്ലാവർക്കും സുഖമാണോ? അണ്ണന്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു അണ്ണ. ഞാൻ ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞായിരുന്നു 1 മാസത്തേക്ക് എനിക്കൊരു സമയം വേണമായിരുന്നെന്ന്. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പിന് പോയേക്കുമായിരുന്നു. നമുക്കറിയാവുന്ന ഒരു പയ്യന്റെ കൊച്ചിന്റെ പേരെടുപ്പായിരുന്നു. അപ്പൊ അതിനൊന്ന് പോയേക്കുമായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വന്നു അല്ലേ അണ്ണാ? അതെ 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 വന്നു 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 ആള് വന്നു. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വെൽക്കം ബാക്ക് ടു സിറ്റി ചെയ്തു. ഓ താങ്ക് യു. നിങ്ങൾക്ക് DM അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം തന്നെ കോ-ലീഡറായ സരക്, കോ-ലീഡറായ ചന്ദ്രൻ, കോ-ലീഡറായ രായൻ ഇവരുടെ അടുത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും നാള് ഗ്യാങ് കറക്റ്റായിട്ട് ഞാൻ എല്ലാ ദിവസവും എല്ലാം ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അധികം ഒന്നും, കാരണം ഏത് സിറ്റിയിൽ വാർ വെട്ടുമ്പോഴേ ഞാൻ കട്ടിൽ നിന്ന് തുമ്മി എണ്ണീക്കും. അത് ഞാൻ അപ്പൊ തന്നെ വന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലാവും എന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയണത് എന്റെ തുമ്മലായിരുന്നു. അതായത് സരക്ക് ലൈവ് വന്നു, അല്ലെങ്കിൽ സ്നൈപ്പ് ലൈവ് വന്നു. സ്നൈപ്പ് ലൈവ് വരുമ്പോ 5 വട്ടമാണ് ഞാൻ 5 വട്ടം, അതാണ് എന്റെ നോട്ടിഫിക്കേഷൻ. 5 വട്ടം സ്നൈപ്പ് തത്സമയം വന്നു കഴിയുമ്പോൾ 5 വട്ടം തുമ്മും. അപ്പോഴേ ഞാൻ എടുത്ത് TV-യിൽ പ്ലേ ചെയ്യും. ഞാൻ നിങ്ങളുടെ സാറ്റലൈറ്റ് നോക്കും, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. ആൻഡ് അതിലേക്കൊക്കെ പിന്നീട് നമുക്ക് കിടക്കാം. എനിവേ എന്തായാലും ഇത്ര നാള് കുറവുകളൊന്നും വരാതെ സരക്കും നമ്മുടെ ചന്ദ്രനും രായനും കൂടെ നന്നായിട്ട് നോക്കി നടത്തി. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഒരു 3 പേരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ട വന്നു. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത് പോലെ ഗൈസ്, നമ്മളെല്ലായിടത്തും എപ്പോഴും പറയുന്നൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ TVA ഫാമിലിയിൽ വൺസ് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളിതുവരെ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് അയച്ച മെസ്സേജും അത് തന്നെയാണ്. ഇത്രയും നാൾ ഡിഫറെൻ്റ് ആക്കി വെച്ചിരുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണെന്ന്. പക്ഷേ എല്ലാവരും നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഗ്യാങ്ങാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വഴി കാണുന്ന എല്ലാവന്മാരുടെയും എടുത്തുവന്ന് ഗ്യാങ്ങിനെ പറ്റി തന്നെ മോശം കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചെടുത്തൊരു ഡിസിഷനാണത്. വേറെ ഒന്നും കൊണ്ട് പറയുമല്ല. അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ മറ്റ് പല ഗ്യാങ്ങുകളുടെയും വായിൽ നിന്ന് ഈ പറയണത് പോലെ കേൾക്കണത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും അത് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ട വന്നത്. സോ അമ്പത്തൂർ, അതുപോലെ തന്നെ പപ്പടം വിനീത്, അതുപോലെ തന്നെ വില്ലി, 3 പേർക്കും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു പറയണം. ഇത്രയും നാളത്തെ ഒരു കോൺട്രിബ്യൂഷന്. അതുപോലെ തന്നെ ഒരു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം TVA. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആൻഡ് അത്രേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വേറെ അതിൽ കൂടുതൽ അവരെ പറ്റി വേറെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പം അവർ മൂവ് ഓൺ ആവട്ടെ. ദയവ് ചെയ്ത് TV-യിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ പറയാണ്, മേ ബി ചിലപ്പോൾ അവരിത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് എതിരെയുള്ള പല ഗ്യാങ്ങുകളിലും പല സിറ്റിസണായിട്ടും ഒക്കെ കാണേണ്ടി വരാം. സോ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോഴുള്ള പരിഗണന എന്താണോ അവർക്ക് കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇനി മുന്നോട്ടുള്ളതിലും കൊടുക്കേണ്ടത്. അല്ലാതെ TV-ന്ന് പറഞ്ഞു വിട്ടതല്ലേ, TV-ന്ന് പോയതല്ലേ എന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. സോ അത് അങ്ങനെ അങ്ങ് പോട്ടെ. നമുക്ക് എന്തായാലും നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ആൻഡ് ഈ ഇനാക്റ്റീവ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഇവരെ 3 പേരെ കിക്കാക്കിയ സമയത്ത് നമുക്ക് കുറച്ച് പേരെ ഇതിനകത്തോട്ട് വേണമെന്ന് ആദ്യമേ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് വേണ്ട. അതെന്താ എൻ്റെ കിട്ടിയത്? കോണ്ടം സൂത്ത് ലാക്സ്. അപ്പോൾ ഈ 3 പേരെ ഞാനാണ് പറഞ്ഞത് റിക്രൂട്ട്മെന്റ്സ് ഒന്നും വേണ്ട. അതായത് ഗൈസ്, ഈ ഇടയായിട്ട് അതായത് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് നമുക്കെതിരെ സംസാരിക്കണതും നമുക്കെതിരായിട്ട് സംസാരിക്കണം ഒരു OG മെമ്പേഴ്സും നമ്മുടെ അടുത്ത് എന്തായാലും അത് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. വളരെ റീസെൻ്റ്ലി വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ പറയണത് പോലെ അവരുടെയൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലത്തെ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ആരെ എടുക്കണം, ആരെ വിശ്വസിക്കണം എന്നുള്ളൊരു ഇത് മനസ്സിലിങ്ങനെ വന്നു തുടങ്ങി. അതായത് ആരെ വിശ്വസിക്കും, ആരെ ഇതാക്കും. അതുകൊണ്ട് ഞാൻ സരക്ക് വന്ന് എൻ്റെ അടുത്ത് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് വേണോടാ, സിറ്റിയിൽ ആക്റ്റീവ് കുറവാണ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വേണ്ടാന്ന് പറയാനുള്ളൊരു കാരണം, റിക്രൂട്ട്മെൻറ്റ് വേണ്ടാന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം നമ്മൾ 15 പേരായിരുന്നപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. ഇപ്പോൾ അത് 35-40 പേരായപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടായി TV-യുടെ അവസ്ഥ. അപ്പോൾ അത് ഇനി ഉണ്ടാവല്ലേ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ
നമ്മൾ റിക്രൂട്ട്മെന്റ്സ് വേണ്ടാന്ന് തന്നെയാണ് തീരുമാനം എടുത്തത്. പക്ഷേ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പം നമുക്ക് എടുക്കാം, കുറച്ച് നല്ലതുപോലെ സോർട്ട് ചെയ്ത് കുറേ ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് നല്ലത് അല്ലെങ്കിൽ ടി വിക്ക് നല്ലത് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ ടി വിയിലേക്ക് എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. ബാബു കാണുന്നില്ല ബാബുന് കേക്കാവോ ഞാൻ പറയുന്നേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു, സെറ്റാക്കിട്ട് അപ്പൊ കെവിൻ വന്നിട്ടില്ലേ? നെറ്റ് എന്തൊരു സീനാണെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടേക്കും. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഞാനൊരു ചെറിയൊരു റിവ്യൂ പോലെ ചോദിക്കുകയാണ്. നിങ്ങൾ കോഹ്ലിഡേഴ്സ് 3 പേരുടെ അടുത്തും ലൈക്ക് എന്താണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സരക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ബാബു വരൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാക്കി കുഴപ്പമില്ല, ഗ്യാങ് എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ബാബു ഒന്ന് പ്ലീസ് ഒന്ന് വരണേ. ഇനാക്റ്റീവ് മെമ്പേഴ്സിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം, ഒന്ന് വരണേ. ബാബു നമ്മളെ പറ്റിയതല്ല, ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തൊരു ലീവാണിത്, ഭയങ്കര അർജന്റ് ആയി പോയി. നമ്മളെ പറ്റിയതല്ല, ഇനാക്റ്റീവ് ആയ ആൾക്കാരെ പറ്റി സംസാരിക്കണം. ഒന്ന് വരണേ ബാബു, ഒന്ന് വരണേ പ്ലീസ്, ലിസ്റ്റിലുണ്ടേ, ഒന്ന് വരണേ. വന്നിരുന്നു. കണ്ടൂടാ, റെഡി പറഞ്ഞല്ലേ പറയണോ? ചെവി കീറിയടാ എന്റെ. ഓക്കെ, അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇനാക്റ്റീവ് ഇപ്പൊ വാസുവിന്റെ സമയത്ത് എന്ന് പറഞ്ഞാലും നമ്മള് സിറ്റിയില് സിറ്റുവേഷനും കാര്യങ്ങളും വരുമ്പോഴും അല്ലെങ്കിൽ അത്യാവശ്യം മെയിൻ കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം ആൾക്കാരെല്ലാരും കേറുന്നുണ്ടായിരുന്നു. വെച്ചാ ആദ്യത്തെ കുറച്ച് ദിവസത്തിൽ ഇത്തിരി നല്ല ഷോക്ക് വരുന്നു, ആളൊട്ടും ഇല്ലായിരുന്നു. പിന്നെ അത് പയ്യെ പറഞ്ഞു എല്ലാരും തിരിച്ച് ഒരുവിധം ആക്റ്റീവ് ആയിരുന്നു. കൊറേയൊക്കെ സിറ്റുവേഷനിൽ സീരിയസ് കിട്ടാത്ത ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും പിന്നെ അതും മാറ്റി എല്ലാരും ഒരു സീരിയസിനോടെ തന്നെയാണ് നിന്നത്, ഒരു നിന്നത്. ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷെ പിന്നെ നമ്മള് ശോകമായിട്ട് തോന്നുന്ന സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ളൊരു നമ്മള് ഡെയിലി ഇപ്പം കുറെ ഫൈറ്റ് സിറ്റുവേഷൻസ് നമ്മള് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് ഫീൽ ചെയ്തു. വെച്ചാൽ എപ്പോഴും അടിയും പ്രശ്നവും വഴക്കുമാണ്. സിറ്റി കയറിച്ച് കഴിയുമ്പോ തന്നെ അടിയും പ്രശ്നമാണ്. അത് ബാക്കിയുള്ള ഗ്യാങ്ങുകളുടെ പ്രശ്നവും ഉണ്ട്, അവരും വന്ന് നമ്മളെ നിൽക്കുമ്പോഴേ വന്ന് ചൊറിയുന്ന രീതിയിലുണ്ട്. പിന്നെ നമ്മളും അത് ഒരുപാട് ഇച്ചിരി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമ്മള് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മളെ പഴയ ഒരു രീതിയിലോട്ട് നമ്മൾ തിരിച്ചു വരാത്തതിന്റെ പ്രശ്നം കുറച്ച് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് RP സൈഡ് ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊരു രീതിയിൽ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് മാനേജ് ചെയ്താൽ മതി. ബാക്കി അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗ്യാങ് ആക്ടിവിറ്റീസ് സൈഡിൽ നിന്ന് ഉള്ള രീതിയിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാരും അവര് ആക്റ്റീവായിട്ട് ഒരുവിധം എല്ലാരും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നത്. ചെറിയ ബ്രേക്കുകളൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ആക്റ്റീവ് അല്ലാത്തവരുടെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കെവിനും പിന്നെ ആക്റ്റീവ് അല്ലാത്ത കിണ്ടി ആയിരുന്നു, അവനിപ്പോ എക്സാം കഴിഞ്ഞപ്പോ അവൻ തിരിച്ച് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കി മൈൽസും ഇപ്പൊ ഇന്നലെ തൊട്ട് സിറ്റിയിൽ വരാം. കെവിന്റെ കൂട്ടുകാരനെയാണ് മറ്റേ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. മറ്റേ കെവിന്റെ കൊല്ലത്ത് ഒരു ഇൻസിഡന്റ്, കൊല്ലത്തല്ലേ? കൊല്ലത്താണെന്ന് തോന്നുന്നു. കൊല്ലത്തോ ട്രിവാൻഡ്രം, കൊല്ലത്ത് മറ്റേ വീട്ടിൽ കയറി ഒരു പയ്യൻ ഒരു ആളെ വെട്ടിക്കൊന്നിട്ട് ട്രെയിനിന്റെ മുമ്പിൽ കയറി, ആ കൊന്ന ആള് ട്രെയിനിന്റെ മുമ്പിൽ പോയി സൂയിസൈഡ് ചെയ്ത്. അത് കെവിന്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ അതിന്റെ പുറകിലായിരുന്നു 2-3 ദിവസം. അവനെ ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ നെറ്റ് എന്തോ ഇഷ്യൂവിന്റെ കാര്യമാണ്. അവൻ തിരിച്ച് കയറിക്കോളും, കെവിൻ എന്തായാലും കയറിക്കോളും. അവന് പക്ഷേ ലാസ്റ്റ് വാണിംഗ് ആയിട്ടാണ് ഞാൻ കെവിന് കൊടുത്തേക്കുന്നത്. കെവിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അവൻ കുറേ നാൾ കളിച്ച് കളഞ്ഞ്, അതുകൊണ്ട് കെവിൻ എന്തായാലും ഒരു ലാസ്റ്റ് വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവൻ ആക്റ്റീവ് ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ബാക്കിയുള്ള കാര്യങ്ങളിൽ കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നമ്മള് ഭയങ്കരമായിട്ട് RP മിസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായിട്ട് തോന്നുന്ന ഒരൊറ്റ സീൻ അതേ ഉള്ളൂ. ബാക്കി ഫൈറ്റും കാര്യങ്ങളും ഇതെല്ലാം എടുക്കാനും ഇതിനൊക്കെ ആൾക്കാരും അതൊക്കെ ഉണ്ട്. അത് ഇച്ചിരി കുറയ്ക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഉള്ള സീൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അൺവാണ്ടഡ് സിറ്റുവേഷനുകൾ നമ്മുടെ സൈഡിൽ നിന്ന് വെച്ചാൽ നമ്മളത് വേണ്ടാത്തതൊന്നും വിട്ടിട്ട് നമ്മൾ RP കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കി എല്ലാം കൊണ്ടും സെറ്റാണ്. ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ സീനായിട്ടുള്ള, ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ അടി എന്റെ ഒപ്പീനിയൻ ആണ്. ബാക്കിയുള്ള ചന്ദ്രനും ടാനും അവരുടെ ഒപ്പീനിയനും പറഞ്ഞു. ഹലോ ഓക്കെ അണ്ണാ, ഞാൻ പറയുവാണെങ്കില് നമ്മള് ലൈക്ക് അടിയുടെ കാര്യത്തിലായാലും ഇപ്പൊ എല്ലാരും പ്രോപ്പർ ആയിട്ട് ആദ്യം കുറച്ച് ഇതുണ്ടായിരുന്നെങ്കിലും കറക്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാരും കേറുന്നുണ്ട്. അടി എന്ന് പറയുമ്പോ തന്നെ എല്ലാരും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അണ്ണാ വേറെ സീൻ എന്ന് പറഞ്ഞപ്പോ സരക്ക് പറഞ്ഞ പോലെ നമ്മള് മറ്റുള്ള ഗ്യാങ്ങിൽ നിന്ന് നമ്മള് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മള് കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാണ് നമ്മള് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളിപ്പോ മറ്റുള്ള ഗ്യാങ്ങിനെ പോലെ ആയി വരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാണ്ട് നോർമൽ ഈ സിറ്റിയിലെ നോർമൽ ഗ്യാങ്ങിനെ പോലെ തന്നെ നമ്മളും ആവും. അതിലൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 5ാമത്തെ വർഷം ആനിവേഴ്സറി നടത്താൻ പറ്റൂലല്ലേ? ഇല്ലല്ല അണ്ണാ, 5ാമത്തെ വർഷം ആനിവേഴ്സറി നടത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു. അത് സംശയമില്ല. കേൾപ്പിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്ന് ചോദിക്കുമ്പോ പറഞ്ഞ വർത്താനമാണോ ഇത് ചന്ദ്ര? ഇല്ല അണ്ണാ, ഉള്ളാര്യം പറയണേ അത് ഇപ്പം ആർക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയും, അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണയും, പിന്നെ അവസാനം വാറും. സത്യം ഇങ്ങനെയാണ് ഇപ്പം സിറ്റിയില് നോർമലി ഒരു വാർ പോണത്. കഴിഞ്ഞ ദിവസം സുനിമോന്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അണ്ണാ, KKB ആയിട്ട്. അവന്റെ അടുത്ത് അവൻ അത് എഡിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേക്കായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യില്ലേ, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് പറഞ്ഞാണ്, ഞാനത് പിന്നീട് കണ്ടപ്പോ എനിക്ക് അതിലൊന്നും തോന്നിയില്ലാന്ന്, അതിൽ വെട്ടമുള്ളൊന്നും ഇല്ലായിരുന്നു. എന്നാ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് പലതും ഇപ്പം കുറച്ച് ദിവസമായിട്ട് പൊക്കോണ്ടിരിക്കണേ. RP എന്നല്ല അണ്ണാ, RP റേസ് വിടണ്ണ. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ. ഒരുത്തൻ വന്ന് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. പിന്നെ അവിടെ നമുക്ക് മാറ്റാം. അത് കുറച്ച് കൺട്രോൾ ചെയ്യണം. ആ ഒരു കാര്യത്തിൽ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ 5ാമത്തെ പറഞ്ഞ പോലെ കാര്യം പറയാം. നിങ്ങൾ എല്ലാവരുടെ കൂടെ പറയാ, എടാ നമ്മള് ശരിക്കും നിങ്ങളെ ആരും ഇൻഡിവിജ്വലി വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നിങ്ങൾ ഈ സിറ്റുവേഷൻ എടുക്കുന്നതിനൊന്നും നമ്മൾ ഇൻഡിവിജ്വലി വഴക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ലടാ. നമ്മൾ ഈ TV എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് തന്നെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അത് മെയിൻ ഒരു കാര്യം അതാണ്. നിങ്ങൾ ആരടുത്തും നമ്മൾ ഇപ്പം ഈ പറയുന്ന കോലീഡേഴ്സിനും ലീഡറിനും ആർക്കും നിങ്ങൾ ഈ സിറ്റുവേഷൻ എടുക്കുന്നവരടുത്തൊന്നും ഒരു വൈരാഗ്യമോ ഒരു മനസ്സിലൊന്നുമില്ല. നിങ്ങളൊക്കെ ഞങ്ങളുടെ പിള്ളേരാ. അവൻ നമുക്ക് ഒരു ഇതും ഇല്ല. നമ്മൾ നിങ്ങളോട് ഇത് പറയണതിൻ്റെ കാര്യം, അതായത് ഇത് കുറയ്ക്കാൻ പറയണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൂടെ വേണം. അതായത് ഈ സംസാരം വേണം. നമ്മുടെ അടുത്ത് സംസാരിക്കാനും നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ വേണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് എന്താ, നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് നിന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ എന്തിനാണ് നമ്മൾ ദേഷ്യം കാണിക്കണ്ടേ? അങ്ങനെ ഒരു സ്കീം ശരിക്കും പറഞ്ഞാൽ ഇല്ല നമ്മുടെ ഇടയ്ക്ക്. മനസ്സിലായ? നിങ്ങൾ അങ്ങനെ ഒരാളെടുക്കരുത്. ഇപ്പോൾ കോലീഡർ നിങ്ങളെ പറ്റി പറയുമ്പോഴും അത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് അവൻ ചെയ്യുന്നത്. അവൻ ഗ്യാങ്ങിന് വേണ്ടി അവന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സാധനം അതാണ് ശരിക്കും. അത് നിങ്ങളെപ്പറ്റി പരാതി പറയുവാണ് എന്നുള്ള ഒരു രീതി ഒരിക്കലും നിങ്ങളുടെ ആരുടെ മനസ്സിൽ വരരുത്. ഞാൻ പറയണം ഇത്രേ ഉള്ളൂ. നമുക്ക് അതും വേണം, അടിയും വേണം, അതിൻ്റെ കൂടെ ഈ സംസാരിക്കാനുള്ളൊരു ഇതും കൂടി വേണം. അത്രയും മതി. അത് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. വേറെ ഒരു സീനും ഇല്ല. ഇപ്പോൾ പോണേ എങ്ങനെയാണോ അങ്ങനെ പോട്ടെ. നമുക്ക് കുറച്ച് അടിയൊക്കെ കുറയ്ക്കാം. നമുക്ക് കുറച്ച് ഗ്യാങ് RP മിസ്സായതാണ്, അത് നമുക്ക് ചെയ്യാം. അല്ല, സംസാരം അത് നമുക്ക് എന്തായാലും ചെയ്യാം. അത് ഓർത്ത് നിങ്ങൾ ഫീൽ ബാഡ് ആവണ്ട. അത് അവൻ്റെ ഡ്യൂട്ടിയാണ്, അത് അവന് പറയണം. ലൈക്ക് അവനെന്നല്ല, ഇപ്പോൾ സരക്കാണേലും രായനാണേലും ചന്ദ്രനാണേലും അവരത് എൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി. അത്രയായിട്ട് കണക്കാക്കിയാൽ മതി. പറഞ്ഞോടാ. ഞാൻ പറയാം. ഇവിടെ ഇപ്പം കറലി ഇപ്പൊ ഇവര് പറഞ്ഞ അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഗ്യാങ്ങിൽ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ആളെ വിളിച്ച് കേറ്റേണ്ട അങ്ങനത്തെ സീനൊന്നും ഇല്ല. പക്ഷെ സിറ്റി മാറിയപ്പോ കുറെ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷനിൽ പണ്ടത്തെ കണക്ക് പറയുകയാണെങ്കിൽ 15 ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഗ്യാങ്ങിലുള്ള എത്ര പേർക്ക് വേണം കയറാം. രണ്ടാമതൊരു സിറ്റുവേഷൻ ആണെന്ന് പ്രീവാർ, അതിൽ 20 പേർക്ക് കയറാം. അപ്പൊ നമ്മളെ ഗ്യാങ് ഇപ്പം ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഓക്കെ, മുമ്പത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ 15 പേര് മതി എല്ലാത്തിനും. പ്രീവാറിന് 15, വാറിന് 15, എല്ലാത്തിനും 15. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലും നമ്മളെ പ്ലേയേഴ്സ് മെയിൻ ആയിട്ടുള്ളവർ വന്നാൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത നമ്മളെ ബാക്കിയുള്ള പ്ലേയേഴ്സിലത് ഓരോ ഗ്യാങ് എടുത്ത് വെച്ച് നോക്കുമ്പോ അവിടെ 20ഉം 25ഉം കറലി എല്ലാ ദിവസവും നിൽക്കുമ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ മാത്രമാണ് 15, കൂടിപ്പോയ 15, 16, 17 പേര് ഇവര് മാത്രം ഉള്ളത്. ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ആ ഒരു കേസാണ്. രണ്ടാമത് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വാർ വരുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു വാർ മാത്രം ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ മൾട്ടിപ്പിൾ ആയിട്ട് സിറ്റുവേഷൻസ് എടുക്കാൻ ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം അത് എനിക്ക് ഷോക്കായിട്ട് തോന്നി. ഒരു ഗ്യാങ് ആയിട്ട് ഒരു വള്ളിയാണെങ്കിൽ ആ വള്ളി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട്
മറ്റൊരു വള്ളി അല്ലെങ്കിൽ മറ്റൊരു ഗാങ്ങിലോട്ടുള്ള ഇഷ്യൂസ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ഗാങ്സ് ആയിട്ട് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് അതിൽ താല്പര്യമില്ല. ഒരു ഗ്യാങ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ ഗ്യാങ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക, അത് മാത്രമായിട്ട് എടുക്കുക. അത് എൻജോയ് ചെയ്തിട്ട് വേണം മറ്റുള്ള ഗ്യാങ്ങിലോട്ട് വള്ളിയോ എന്താന്ന് വെച്ചാൽ എടുക്കുക, എന്തെങ്കിലും വരുന്നത് തന്നെ. അപ്പൊ അത് എനിക്ക് പറയണമെന്ന് തോന്നി, അപ്പൊ അത് ഞാൻ പറഞ്ഞു. വേറെ ഇതൊക്കെ തന്നെ, ബാക്കി ഇവരെല്ലാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ള, വേറെ സെപ്പറേറ്റ് ആയിട്ടില്ല. ഓക്കെ, ഗുലാനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കായിരുന്നു. എനിക്കിപ്പോ പേടിയായിട്ട് കുറച്ചായിട്ട് സിറ്റുവേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതൊന്ന് മാക്സിമം ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എന്താണ് മനസ്സിലായില്ല? പേടിയായിട്ട് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഇവിടത്തെ പേടിയായിട്ട് കുറച്ചധികം സിറ്റുവേഷൻ വരുന്നുണ്ട് ഇപ്പൊ. അല്ലാതായിരിക്കും പറഞ്ഞു. ഞാൻ അതോടെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ PD ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെ സിറ്റിയിലെയോ വേറെ ഇതിലെയോ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിൻ്റെ ഗ്രഡ്ജ് വെച്ച് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എല്ലാവരോടും, TV-യിലെ എല്ലാവരോടും, നമ്മളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നവരെ PD സാർ മാഡം മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് എടാ പോടാന്ന് വിളിക്കണത് നമ്മൾ കാണരുത്. കാരണം നമുക്ക് ഇവിടെ PD എന്ന് പറഞ്ഞൊരു ഹൈറാർക്കി അവർക്ക് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. അത് ദയവ് ചെയ്ത് ചെയ്യരുത്. അത് ഞാൻ കുറേ വട്ടം കണ്ട്, നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, കുറേ പേരുടെ സൈഡിൽ നിന്ന് കണ്ട്, അത് കുറേ പേരുടെ അടുത്തുനിന്ന് പരാതിയും കിട്ടിയ ഒരു കാര്യമാണ്. വെറുതെ PD ചെന്ന് എടാ പോടാന്ന് വിളിക്കാനുള്ള അധികാരം നമുക്കില്ല. അതിപ്പോൾ ഏത് ഗ്യാങ് ആണെങ്കിലും എത്ര വലിയ ഗ്യാങ് ആണെങ്കിലും എടാ പോടാ സാർ അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കുക. നിങ്ങൾക്ക് കോണ പറയുന്നതിൽ കോണ പറയാം. അതവിടെ പകരം അവന് എടാ പോടാന്നും മറ്റേ കൊച്ചി ഇറക്കാമെന്നും അങ്ങനൊന്നും വിളിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചെയ്യണത് ഭയങ്കര ഷോക്കും കാര്യമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഈയിടെയായിട്ട് അത് ഒരുപാട് പേരെടുത്തു നിന്ന് അത് ഉണ്ടായി നമ്മുടെ ഇതിനകത്ത് തന്നെ. തിരിച്ച് അവർ ബിഹേവ് ചെയ്യണം ശരിയാ, ബട്ട് സ്റ്റിൽ ഊക്കിക്കോ, സാർ മാഡം എന്ന് പറഞ്ഞ് വിളിച്ച് ഊക്കിക്കോ. അതല്ലാതെ എടാ പോടാന്നും മറ്റേ കൊങ്ങണം കുത്തി കാണിക്കണ പരിപാടി കാണിക്കരുത് ദയവ് ചെയ്ത്. അപ്പൊ ഇനാക്റ്റീവ്സിനെ പറ്റിയും കൂടെ നമുക്ക് പറഞ്ഞങ്ങ് കുറച്ച് ആൾക്കാർ കോഴി പിടിക്കാൻ പോയി, കുറച്ച് ആൾക്കാർ ഒരു പണിയില്ലാതെ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെ കുറേ പരിപാടികളിലായിട്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ പോയി. അപ്പൊ അതിനെ പറ്റി ഇപ്പൊ എന്താണ് കോഴിയുടെ സ്റ്റാറ്റസ് എന്താണ്? കോഴിമള്ളി ഒരു 2 ബാച്ചും കൂടെ വിറ്റ് തീർത്ത ഏകദേശം ഒതുങ്ങി. ഇനി എത്രണ്ണം ബാക്കിയുണ്ടാവും? ഒരു 10,000 കോഴിയും കൂടെ വിറ്റ് അതും കൂടെ നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ട കാര്യമില്ല, നിർത്താന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇതുവരെ വിറ്റ് നല്ല നഷ്ടത്തിലായിരുന്നാ? ഇത് നഷ്ടത്തിലാണ്. ഞാൻ ഇറങ്ങിയപ്പോ തൊട്ട് നഷ്ടത്തിലാണ്. ഇത് മടിയെന്ന് പറഞ്ഞു, ഇവിടെ വെച്ച് നിർത്താന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ ഇത്ര നാൾ നേരം തിരിച്ചല്ലേ പറഞ്ഞോണ്ടിരുന്നേ ഗെയിമിൽ? അതെ, പുള്ളിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാം ഒന്ന് സമയം എടുത്തു. നിന്നെ കൊണ്ട് പറ്റില്ല, അത് മനസ്സിലായല്ലേ? അല്ല, എരണം ഇല്ല. ഒരു ചെറിയ പ്രോഫിറ്റ് എങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന കട എഴുതി കൊടുത്ത് നഷ്ടത്തിലാക്കിയല്ലേ അങ്ങേര്? എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല. എന്തായാലും തിരിച്ചറിവ് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അത് നീ തിരിച്ചറിഞ്ഞല്ലോ, മനസ്സിലാക്കിയല്ലോ. നമുക്കിങ്ങനെ ഒരു തിരിച്ചറിവും. ബാബു നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ വാ കൊണ്ടേ ജീവിക്കുള്ളൂന്ന്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ നോക്കുക, അതാണ് നല്ലത്. അതിപ്പോഴാണ് തന്നെ ചെയ്യുന്നത്. ചന്ദ്രനെ പോലെ കളിക്കല്ലേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരണം കേട്ടാ. നീ വാ പാലാരി വട്ടം വെട്ടിങ്ങി വാ, തിരുവനന്തപുരം പാലത്തിനടി വാ. അണ്ണാ ഉണ്ടായിരിക്കാൻ പറയണ അണ്ണാ, കളിക്കാനാ പറയണ. ഇവിടെ പേഴ്സണൽ ഈഗോ പാടില്ല ഗാങ്. ബാബു സംസാരം കുറവാണ്, അപ്പൊ നമ്മള് കേറുമല്ലേ? അങ്ങനെ നാളെ തൊട്ട് കേറാം. അപ്പൊ നമ്മള് മറ്റേ TKRP പ്ലാൻ ചെയ്ത് മറ്റേതുണ്ടല്ലോ. രണ്ടാമത്തെ അല്ല ഒന്നാമത്തെ. ആദ്യം പറഞ്ഞത് അതാണ്. അതിന് സമയം എടുക്കൂലേ? കുഴപ്പമില്ല, എന്നാലും ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ മെമ്പേഴ്സിന്റെ കാര്യത്തിലേക്ക് കടക്കാം.